ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ സീരീസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം സ്വിംഗ് ട്രേഡിംഗ് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പം. ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കുകളും തന്നെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ചില സ്റ്റോക്കുകൾ ഒരാഴ്ച കൊണ്ട് 50% അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 100% റിട്ടേൺസ് ഒക്കെയാണ് തരുന്നത്. നമുക്കത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടെലഗ്രാമിലെ സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഇവർ ഇത്തരം സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്, എവിടെ നിന്നാണ് ഇത്തരം സ്റ്റോക്കുകൾ അവർക്ക് കിട്ടുന്നത്? NSEയിൽ നമുക്കറിയാം 2000+ കമ്പനീസുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ 3-4 സ്റ്റോക്കുകളാണ് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഒരേ സമയം തരുന്നത്. അത്തരം സ്റ്റോക്കുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ കാണുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇത് നമ്മൾ ആദ്യം, അതായത് ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒന്നെങ്കിൽ സപ്പോർട്ടിൽ, അതായത് ഒരു മാർക്കറ്റ് ഒരു സപ്പോർട്ടിൽ എത്തുമ്പോഴായിരിക്കണം, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ സ്റ്റോക്ക് ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ ഇടയിൽ മാർക്കറ്റ് സഞ്ചരിക്കുന്ന സമയത്ത്, റെസിസ്റ്റൻസ് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് താഴേക്ക് പോകും അല്ലേ? അപ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. എപ്പോഴാണ് ഈ റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈംസ് റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും എപ്പോഴാണോ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്താണ് ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും. പിന്നെ മറ്റൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസിൽ ഫേസ് ചെയ്തു, പിന്നീട് നല്ല രീതിയിൽ മുൻ കാലങ്ങളിൽ എപ്പോഴാണ് നല്ലൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ എത്തുന്ന സമയത്ത് തിരിച്ച് മുകളിലോട്ട് പോകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴായിരിക്കും നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. അതായത് ഇത്തരം റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതലും സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇത്തരം സപ്പോർട്ടുകൾ വരുന്ന സമയത്ത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എപ്പോഴും റെസിസ്റ്റൻസ് സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴായിരിക്കണം നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. അതുപോലെ തന്നെ സപ്പോർട്ടിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുമ്പോഴായിരിക്കണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. സോ നിങ്ങൾ സ്റ്റോക്കുകൾ കിട്ടിക്കഴിഞ്ഞാലും അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനേ അറിയത്തുള്ളൂ, അനലൈസ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതുമാണ്. അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മൾ ഇത്തരം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്ക്രീനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ ഒരു സ്ക്രീനറാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോകണം. ഗൂഗിളിൽ പോയതിന് ശേഷം, ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിയർ 52 വീക്ക് ഹൈ എന്നാണ്. സോ ഇവിടെ കാണാം നിയർ 52 വീക്ക് ഹൈ യൂസിങ് ചാർട്ടിംഗ് സ്ക്രീനർ. അതായത് ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. ചില ബ്രോക്കേഴ്സിലൊക്കെ നമുക്ക് അത് അവൈലബിൾ ആണ്. 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഹൈ ഈ ഒരു വർഷത്തിൽ ബ്രേക്ക് ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ വർഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ഒരു വർഷത്തിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അപ്പം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റം ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരം സ്ക്രീനർ, അതായത് ഈ രീതിയിൽ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന എല്ലാ സ്റ്റോക്കുകളും ഇതുപോലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുക എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. നമുക്ക് അതിൽ തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് ഒരു പരിധി വരെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നിയർ 52 വീക്ക് ഹൈ യൂസിങ് ചാർട്ടിംഗ് സ്ക്രീനർ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ടാണ് വരുന്നത്. സോ ഇവിടെ ഞാൻ സ്റ്റോക്ക് ഹിറ്റിംഗ് നിയർ 52 വീക്ക് ഹൈ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് നിയർ 52 വീക്ക് ഹൈ ബൈ 25% ഉണ്ട്. സോ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഹിറ്റിംഗ് നിയറിങ് 52 വീക്ക് ഹൈ ആണ്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചാർട്ടിങ്ങിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. സോ നമുക്കിവിടെ താഴെ ഭാഗത്ത് ഇവിടെ കാണാം. ഈ കാണുന്നതൊക്കെ നമുക്ക് സ്റ്റോക്കുകളാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഏകദേശം 25 സ്റ്റോക്കുകളോളം അവൈലബിൾ ആയിട്ടുണ്ട്. ടോട്ടലി ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് 349 സ്റ്റോക്കുകളാണ്. ഓക്കെ, 25 സ്റ്റോക്കുകൾ ഒരു പേജിലാണ് നമുക്ക് കാണാം. പേജസ് നമുക്ക് ചേഞ്ചസ് ചെയ്തിട്ട് സെക്കൻഡ് പേജ് അല്ലെങ്കിൽ തേർഡ് പേജ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ നോക്കാവുന്നതാണ്.
സോ 349 സ്റ്റോക്കുകൾ ഒരിക്കലും നമുക്ക് അനലൈസ് ചെയ്യാം, അതായത് ഒരാഴ്ചയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ 349 സ്റ്റോക്കുകൾ ഒരിക്കലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും സ്റ്റോക്കുകൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യാനുണ്ട്. ഒരു സ്വിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, മാക്സിമം ഒരു 3 മന്ത് വരെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു 3-4 സ്റ്റോക്കുകൾ ബെസ്റ്റ് ഇത്തരം, അതായത് ഈ 349 സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 50 സ്റ്റോക്ക് കിട്ടുന്നു. അതിൽ നിന്നും അനലൈസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള 10 സ്റ്റോക്ക് കിട്ടുന്നു. അതിൽ ചിലപ്പോൾ 3-4 സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അത് നമ്മൾക്ക് മാക്സിമം ഒരു 3 മാസം വരെ, അതായത് നമ്മൾ ബെസ്റ്റ് എടുക്കുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ടാണ്. സോ അതിന് നമ്മൾ കുറച്ച് ചെറിയ രീതിയിലുള്ള ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പേജാണുള്ളത്. 349 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. നമുക്കതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം കാണാം. ഓക്കെ, വോളിയം എപ്പോഴും ഒരു 10 ലാഖിൻ്റെ എബോവ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഫിൽറ്ററിങ് ഓപ്ഷൻ. ഇവിടെ വോളിയത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ജസ്റ്റ് അത് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കുറവിലേക്കൊക്കെ ചേഞ്ച് ആവും. ഇവിടെ 1500 സംതിങ് വന്നിട്ടുണ്ട്, 2500 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റോക്കുകളില്ല, കാരണം ലിക്വിഡിറ്റി കുറവാണ്, വോളിയം കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളെപ്പോഴും 10 ലാഖിൻ്റെ അബോവ്. ഇപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് എപ്പോഴും മിനിമം ഒരു 10 ലാഖിൻ്റെ മുകളിൽ വോളിയം വന്നാൽ മതി, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, രണ്ടാമത്തെ അങ്ങനെ തന്നെ നമുക്ക് ഏകദേശം ഒരു 100 സ്റ്റോക്കിനടുത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രൈസാണ്. ഓക്കെ, പ്രൈസ് എപ്പോഴും ഒരു 100 രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റോക്കുകൾ നോക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അറ്റ്ലീസ്റ്റ് 50ക്ക് മുകളിലുള്ള സ്റ്റോക്കുകളെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ്, അതായത് പെന്നി സ്റ്റോക്കിലേക്ക് മാക്സിമം നോക്കാണ്ടിരിക്കുക. പെന്നി സ്റ്റോക്കിൽ നല്ല രീതിയിൽ മൊമെൻറ്റം ഉണ്ടാകുന്നുണ്ട്, അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അതർവൈസ് 50ക്ക് എബോവ് അല്ലെങ്കിൽ 100 അബോവ് ഉള്ള സ്റ്റോക്കുകളാണ്. 100 അബോവ് നമുക്ക് എപ്പോഴും അതിൻ്റെ മുകളിലൂടെ എത്ര വേണമെങ്കിൽ നോക്കാം. 1000 ആവാം അല്ലെങ്കിൽ 500 ആവാം. ഓക്കെ, അത് നമ്മളെ ചോയ്സാണ്. ഓക്കെ, നമ്മളെ ക്യാപിറ്റലനുസരിച്ച് നമ്മളെ ചോയ്സാണ് നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 100 റുപ്പീസിൻ്റെ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട്, NHPC വന്നിട്ടുണ്ട്, പിന്നെ NBCC എന്ന സ്റ്റോക്ക് വന്നിട്ട്. ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. സുസ്ലോം വന്നിട്ടുണ്ട്, പഞ്ചാബ് നാഷണൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രോക്കേഴ്സിൽ നമുക്ക് ഓൾറെഡി നമുക്ക് 50 വീക്ക് ഹൈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാർട്ടിങ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ക്രീനർ ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ വോളിയം നമുക്ക് അറിയാൻ പറ്റും, പ്രൈസ് ചേഞ്ച് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരികയാണ്. അതായത് നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ NHPCൻ്റെ സ്റ്റോക്ക് നമുക്കിവിടെ ചാർട്ട് വൈസ് ഇവിടെ കാണാൻ സാധിക്കും. ബ്രോക്കറിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സ്റ്റോക്ക് എടുക്കുന്നു, അത് നേരെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ഈ സ്ക്രീനർ ഉപയോഗിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ റാലി ഇവിടെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ റാലി നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ നമ്മൾ മന്ത്ലി ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. മന്ത്ലി ചാർട്ട് അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട് യൂസ് ചെയ്യാം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എനിക്ക് അതായത് മുന്നേ ഉണ്ടായിരുന്നുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു, അത് ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പം ഇത് എന്താണ്, ഓൾറെഡി മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റോക്കാണ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്നിരുന്നാലും ഈ സ്റ്റോക്കിൽ ഫർദർ ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്പോട്ടൊക്കെ കിട്ടും. അതായത് ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ് അല്ലേ, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇതിനൊന്ന് ടൈം ഫ്രെയിം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇടുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ഈ ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് തിരിച്ച് മുകളിലോട്ട് പോകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ചില സ്റ്റോക്കുകൾ വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അത്തരം സ്റ്റോക്കിലേക്ക് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇനി ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. നമുക്ക് ടാറ്റ സ്റ്റീൽ നോക്കാം. ഓക്കെ, ടാറ്റ സ്റ്റീൽ നോക്കാം. ടാറ്റ സ്റ്റീൽ ഇപ്പം 138 രൂപയാണുള്ളത്. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഓപ്പൺ ആയി വന്നു. നമ്മൾ മന്ത്ലി ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം
വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് അതായത് ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നമ്മുടെ ടാറ്റ സ്റ്റീൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് ടാറ്റ സ്റ്റീലിന് സംഭവിക്കും. ഇപ്പം നിലവിൽ അതായത് ഈ ഒരാഴ്ചയിൽ സംഭവിക്കണമെന്നില്ല, എന്നാൽ ഒരു 2-3 മാസം കഴിയുമ്പം അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിനെ ഇടാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം അനലൈസ് ചെയ്തിട്ട് അലേർട്ട് സെറ്റ് ചെയ്യാൻ വരെ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകുന്നു. ട്രേഡിംഗ് വ്യൂ നമ്മുടെ ബ്രോക്കേഴ്സിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ടാറ്റ സ്റ്റീൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റ സ്റ്റീൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഞാൻ മന്ത്ലി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേജറായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഓൾറെഡി ഇത് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയാൻ റീസെൻ്റ്ലി ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഇതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പോയിന്റാണ് അടുത്തൊരു സപ്പോർട്ട്. മാർക്കറ്റ് കണ്ടോ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് അടുത്തൊരു സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. എനിക്ക് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 152 റുപ്പീസാണ് വരുന്നത്. അപ്പം 138 റുപ്പീസിനാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു സ്റ്റോക്ക് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് ഒരു അപ്പർ സൈഡിലേക്ക് പോകാനുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രീവിയസ്ലി ഡാറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്തായിരുന്നു, ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഏരിയ മാർക്കറ്റ് മറികടന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഒരു മാസം കൊണ്ട് 49% മൂവ്മെൻ്റ് കൂടെ സംഭവിച്ചു. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ്, മേജറായിട്ടുള്ള സപ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് അല്ല, നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന രീതിയാണ്. എങ്ങനെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് കൂടെ മാത്രമേ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം. ഒരുപാട് സ്റ്റോക്കുകൾ വരികയാണ്. അപ്പോൾ ഇതിൽ നിന്നും നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നാഷണൽ അലൂമിനിയം എന്ന് പറയുന്ന സ്റ്റോക്ക്, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മന്ത്ലി ചാർട്ടാണ്, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതായിരുന്നു ഓൾ ടൈം ഹൈ. ആ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പം ഉള്ളത്, അല്ലേ? അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും എന്താണ്, ഈ മേജറായിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ മുകളിൽ മാർക്കറ്റുള്ള സമയത്ത് ഫർദർ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ അലൂമിനിയം ടൈപ്പ് ചെയ്യാം. സോ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാം, മന്ത്ലി ചാർട്ടോ വീക്ക്ലി ചാർട്ടോ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പോയിന്റ്, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ്, അല്ലേ? അതിന് ശേഷമാണ് മാർക്കറ്റ് താഴ്ത്തു പോയത്. അതുകൊണ്ട് ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇത് പിന്നീട് സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ചെയ്ത സമയത്ത് ഫർദർ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് ഈ സ്റ്റോക്കുകൾ ഓരോന്ന് നോക്കിയിട്ട്, അതായത് നമ്മൾക്ക് എപ്പോഴും ഒരു 100 റുപ്പീസിനെ മുകളിലോട്ട് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഇടാം. അതായത് നമ്മളിപ്പോൾ 100 സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്തു, കഴിഞ്ഞ് പ്രൈസ് വെച്ച് നോക്കിയപ്പം എഗെയിൻ ഒരു 100 കൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം പിന്നീടുള്ളത് നമുക്ക് ഒരു 100 സ്റ്റോക്കും കൂടിയാണ്, അല്ലെങ്കിൽ 150 സ്റ്റോക്കും കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു 20ാമത്തെ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റോക്ക് കിട്ടിയ, അതായത് സ്റ്റോക്കിൻ്റെ എണ്ണം അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഒറ്റ ക്ലിക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. നമ്മൾ മന്ത്ലി ചാർട്ടിലിട്ട് മേജർ റെസിസ്റ്റൻസിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറ്റിയ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. നേരെ അടുത്ത സ്റ്റോക്ക് നോക്കും. നമ്മൾ കൂടുതൽ അതിൻ്റെ മുകളിൽ അനലൈസ് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഒറ്റനോട്ടത്തിൽ ഈ സ്റ്റോക്ക് നമുക്ക് ആപ്റ്റായ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു സെല്ലർ ആക്റ്റീവായ പോയിന്റ്, നല്ല സെല്ലിംഗ് ആണ്. അപ്പം ഈ ഒരു റേഞ്ച് മാർക്കറ്റ് മറികടന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ആ ഒരു റേഞ്ചിന് അടുത്താണോ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നോക്കുക. അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിൽ അനലൈസ് ചെയ്ത് വെച്ചിട്ട് അലേർട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. അതായത് ഇപ്പം നാഷണൽ അലൂമിനിയം അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ് സ്റ്റോക്ക് എടുത്തത്, സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് സ്പെല്ലിംഗ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എന്താണ്, ഇതൊരു
മന്ത്ലി ചാർട്ട് ഇടാം. മന്ത്ലി ചാർട്ട് ഓക്കെ, ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ചാർട്ടിൻ്റെ അടുത്തതാണോ ഇവിടെ സെല്ലർമാർ വളരെ ശക്തമായി ആക്റ്റീവായ ഒരു പോയിൻ്റാണ്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്നും താഴോട്ട് ഒന്നും കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം നടത്തത്തില്ല എന്തായാലും. അതായത് ഈ റെസിസ്റ്റൻസ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ പ്ലാൻ. അതായത് എപ്പോഴും ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് ഉണ്ടാവും. ഒരു 10-15% മൂവ്മെൻറ്റ് വരും. നമ്മൾ എപ്പോഴും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ലെവൽ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ബ്രേക്ക്, അതായത് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചതാണ് വാച്ച് ലിസ്റ്റിൽ. നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അവിടെ പ്ലസ് പോയിന്റ് കാണാം. അപ്പോൾ ഈ എത്രയാണ് 73 രൂപ മറികടക്കുമ്പോഴാണ് എനിക്ക് അലേർട്ട് കിട്ടേണ്ടത്. സോ ആ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ച് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആഡ് അലേർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അലേർട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അലേർട്ട് ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇവിടെ അലേർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ ലെവലിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഇപ്പം നേരത്തെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ഒരു റീസണാണിത്, ഒരു സ്ക്രീനിങ് റീസണാണിത്. ഇനി നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 30%, അതിന് മുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു പരിപാടി ആയിരിക്കില്ല. ഒരു 20%, 10% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 30% മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവും. മാക്സിമം ആണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആ ഒരു സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ നിൽക്കത്തില്ല. കാരണം ലോവർ സർക്യൂട്ട് അടിച്ചിട്ടായിരിക്കും മാർക്കറ്റ് പോവുക. ഇപ്പോൾ റീസെൻ്റ്ലി പേടിഎമ്മിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പേടിഎമ്മിൻ്റെ കണ്ടീഷൻ എന്താ? ഓക്കെ, പേടിഎം നോക്കുന്ന സമയത്ത് പേടിഎം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള സ്റ്റോക്കായിരുന്നു. ഓക്കെ, നല്ല രീതിയിൽ ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇതൊരു സെല്ലർ ആക്റ്റീവായ പോയിന്റാണ്. അത് മറികടന്ന സമയത്ത് ആളുകൾ എന്തായാലും വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 487 രൂപയിലാണ്. ഓക്കെ, ഇവിടെ 762 രൂപയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നത് 477 രൂപയിലാണ്. ഓൾമോസ്റ്റ് 2 ദിവസം കൊണ്ട് എത്ര ശതമാനം? 35% ഫാളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഇതിനകത്ത് എക്സിറ്റ് ചെയ്തു. കാരണം ലോവർ സർക്യൂട്ടാണ് അടിച്ചത്. നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. എപ്പോഴാണ് ലോവർ സർക്യൂട്ട് റിലീസ് ആവുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാൽ ട്രാപ്പായി നടത്തും. അപ്പോൾ നമ്മുടെ ഓവറോൾ ഫുൾ ക്യാപിറ്റൽ ആ ഒരു സ്റ്റോക്കിൽ, അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് നമുക്ക് നമ്മളെ ഫുൾ ക്യാപിറ്റൽ ഇട്ടിട്ട് നമുക്ക് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്തുകൂടാ എന്ന് വരെ ചിന്തിക്കാം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് മറ്റുള്ളവർ എത്ര രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ നമ്മളെ ക്യാപിറ്റലിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മാക്സിമം ഒരു 30% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ട്രാപ്പായി ഈ സ്റ്റോക്കിന് നെഗറ്റീവ് വന്നു, എന്താണ് ലോവർ സർക്യൂട്ട് അടിച്ചു, നമ്മൾ ഓവറോൾ ക്യാപിറ്റൽ വൈപ്പൗട്ടായി പോകാനുള്ള ചാൻസസ് വരേണ്ടത്. ഇതിനി ലോവർ സർക്യൂട്ട് റിലീസ് ആവുന്നത് എപ്പോഴാണോ അപ്പം മാത്രമേ നമുക്കതിനെ എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ അതായത് ഇനിയും മറ്റ് സ്റ്റോക്കുകൾ കണ്ടെത്താൻ, മറ്റ് സ്ക്രീനിങ് രീതികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, മറ്റ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.